ലോകത്തിലുള്ള എല്ലാ ആളുകളും ഭാഷാഭേദമന്യേ പറയുന്ന ഒരു കാര്യമാണിത്. മനസ്സിൽ ലഡു പൊട്ടി. അക്ഷരവികായസിൽ അത്ഭുതം സൃഷ്ടിച്ച മാറാരത്തോട്ടത്തെ വിദ്യാപീഠത്തിന്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് എന്റെ കൈ എനിക്ക് കാർഡ് എടുത്ത് കാണിക്കാൻ വയ്യ. വിദ്യാപീഠത്തിന്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് ആദ്യമായി ലഡു പൊട്ടിയത്. സജിത്തും ജിതിനും മകേഷും വന്ന ആ വിവരം എന്നോട് പറഞ്ഞു. വേറൊന്നുമല്ല, ഫ്ലവേഴ്സ് എന്ന വിശ്വവിഖ്യാതമായ ചാനലിലെ ഒരു നിമിഷം പരിപാടിയിലേക്ക് താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്രീകണ്ഠൻ നായർ എന്ന അവതരണ കലയുടെ വടക്ക് നിന്നാണ് വരവ്, അതുകൊണ്ട് വെടക്കനാണെന്ന് വിചാരിക്കരുത്. 10-60 വർഷങ്ങൾക്ക് മുൻപ് മധ്യ തിരുവിതാംകൂറിന്റെ തിരുമുറ്റത്ത് നിന്ന് 2 യുവ മിഥുനങ്ങൾ ഒരു തീരുമാനമെടുത്തു. താങ്കൾക്ക് തുടരാം. കീശയിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാവാം കാലങ്ങൾക്ക് മുമ്പ് ലഡുപൊട്ടി എന്റെ കൂടെ കൂടിയ പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്നെ തേച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഒരു കാര്യമേ ആവർത്തിക്കാനുള്ളൂ, ആർക്കെങ്കിലും ഒരു ജീവിതം ലഡു വെട്ടിക്കണം എന്ന മോഹവുമായി ചെന്നെത്തിയത് ഒരു തൊഴുത്തിലായിരുന്നു. പുല്ല് ചെത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഈ ഊരു തണ്ടിയുടെ ഓട്ടക്കീശയിൽ എവിടെയാ കോടാലി? മനസ്സിൽ ലഡു പൊട്ടി എന്ന വിഷയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എന്റെ 1ാം വർഷ കലാലയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടിയോരങ്ങൾ കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും ആ 4ാം വർഷ യുവ കോമഡി കുറ്റ്യാടി വഴി എറണാകുളത്ത് എത്തിയപ്പോൾ ആദ്യം കണ്ടത് വലിയൊരു കെട്ടിടം. അതിന്റെ 8ാം നിലയിലേക്ക് മുകളിലേക്ക് പൊന്തിപ്പോകുന്ന യന്ത്രം പ്രവർത്തിക്കാനുള്ള പരിചയം എനിക്കില്ലാത്തത് കൊണ്ട് എന്റെ പൊന്നു ദൈവമേ. DB കലാലയത്തിൽ പഠിക്കുമ്പോഴാണ് സംഭവിച്ചത്. യുവ കോമള തരിങ്കിണിയായ ഒരു ചെറുപ്പക്കാരി എന്റെ അരികിലേക്ക് വന്നു. കലാലയത്തിന്റെ വരാന്തയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. ആരുമില്ല, കുറ്റാക്കുരിട്ടാണ്. കൂമന്റെയും കുറുനരിയുടെയും മൂളൽ കേൾക്കുന്നുണ്ട്. എന്റെ കാതിൽ വന്ന് പറഞ്ഞു, ഇഷ്ടമാണ് 100 വെട്ടം. ഞാൻ ജനാലിന്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് അവളുടെ അധരങ്ങളിലേക്ക് ഞാൻ പതുക്കെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവളെ, എനിക്ക് ഒന്നും പറയാനില്ല, മറിച്ച് പുലമ്പുവാനുള്ളത് വേറൊന്നുമല്ല, നീ എന്റെ കൂടെ വരിക വീട്ടിലേക്ക്, എന്നിട്ട് ഭാര്യയായി കഴിയുക. ഞാൻ വിചാരിച്ചു പെൺകുട്ടിയുടെ അടുത്തേക്ക് നിന്ന് ഞാനൊന്ന് നോക്കി, നമ്മുടെ ചന്തയിലെ മത്തിയുടെ വില എത്രയാണ് എന്ന് ചോദിക്കുന്നതാ ഞാൻ വിചാരിച്ചു. ഇത് പറയാനാണോ ഇത്ര? താങ്കൾക്ക് തുടരാം. വൃക്ഷപ്പോടുകളിലും വനാന്തരങ്ങളിലും അന്തി ഉറങ്ങിയ ആദിമ മനുഷ്യന് ഈ ലഡുവൊന്നും ഇല്ലായിരുന്നു. എങ്കിലും തണുപ്പുള്ള രാത്രികളിൽ അവർ എന്തോ പൊട്ടിച്ചു, എന്നിട്ട് ആർത്തു ചിരിച്ചു. പറഞ്ഞു, നമുക്കും വേണം അത്തരത്തിലുള്ള സാധനങ്ങൾ. നാളുകളിൽ ആരും ഉണ്ടായിരുന്നില്ല കേൾക്കാൻ. ഇന്ന് ആധുനികതയുടെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഈ വസ്തു സർവ്വസാധാരണമായി ലഭ്യമാകുന്നുണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പ്രണയത്തിന്റെ മധുര പലഹാരങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ലഡു. പലരുടെയും മനസ്സുകളിൽ പൊട്ടുന്നുണ്ടെങ്കിലും കലാലയ അനുഭവങ്ങളിലാണ് ഇത് ഏറെ സംഭവിക്കാറുള്ളത്. യൗവന തീക്ഷ്ണതയുടെയും വിപ്ലവ വിപ്ലവ സരണിയിലെ മൂറ്റം കൊണ്ടിരുന്ന കാലത്ത് കവിതകളും കഥകളും പ്രസംഗങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ആകർഷിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് അതിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തി പച്ച കഷ്ണം വന്നു. പിറന്നു വീഴുന്ന പൈതങ്ങൾക്ക് പെപ്സി കൊടുത്തു തുടങ്ങുന്ന അമ്മമാരും തന്റെ മാതാവ് ഐശ്വര്യ റായിയോ സുസ്മിത സെന്നോ ആയെങ്കിൽ മാത്രമേ താൻ മുല കുടിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന പൈതങ്ങളും പിറന്നു വീഴുന്ന ഈ കാലഘട്ടത്തിൽ ലഡു എന്ന ഈ വസ്തുവിന് കാലഹരണം സംഭവിച്ചു എന്ന കാര്യം ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രണയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡയറി മിൽക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുന്നത് നമ്മൾ ലഡുവിന് തന്നെയാണ്. മറ്റൊന്നുമല്ല, പ്രണയികളുടെ ലഡു കഴിക്കണമെന്ന ആഗ്രഹവുമായി ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ കടകളിൽ എത്തിയേക്കാം. ഇന്ന് വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണ വസ്തുവിനെ കുറിച്ച് അമേരിക്കയിലുള്ള ഡൊണാൾഡ് ട്രംപ് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ സത്യം പറഞ്ഞാൽ ഒരു കാര്യമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്തിനു നമ്മൾ ലഡു പൊട്ടിക്കണം? ജിലേബിക്ക് എന്താ തകരാൻ സാധ്യതയില്ലേ? തകരാൻ സാധ്യതയില്ലേ?